84 ആസനങ്ങൾ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്. ആ 84 ആസനങ്ങളിൽ 4 പ്രധാനം. ആ 4 ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആസനമാണ്. യോഗയിൽ പ്രധാനമായിട്ട് 84 ആസനങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാദേവൻ പറഞ്ഞതാണ് 84 ആസനങ്ങൾ. അദ്ദേഹമാണ് ഈ 84 ആസനങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായോ? ഈ 84 ആസനങ്ങളിൽ 4 ആസനങ്ങൾ പ്രധാനമായിട്ടുള്ള ഒരു ആസനങ്ങളാണ്. സിദ്ധാസനം, പത്മാസനം, ഭദ്രാസനം, സിംഹാസനം. ഈ 4 ആസനങ്ങളാണ് ഈ 84 പ്രധാനം. ഈ 4 ആസനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആസനമുണ്ട്. ആ ആസനമാണ് സിദ്ധാസനം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പോസ്, ഈ ഒരു ആസനത്തിനെയാണ് സിദ്ധാസനം എന്ന് പറയണത്. മനസ്സിലായോ? ശ്രീബുദ്ധൻ പോലും ഈ ആസനത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ യോഗ നിലയെ പ്രാപിച്ചത്. അത്രയ്ക്കും പ്രത്യേകതയുള്ള ഒരു ആസനമാണ്. പല സിദ്ധന്മാരും ഈ ഒരു ആസനം ഇതിനു വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ശരീരത്തിലെ നാഡികളെ ഉണർത്താൻ പറ്റുന്ന ഏക ആസനം, നമ്മളുടെ കാമവികാരത്തിനെ ബന്ധിക്കാൻ പറ്റുന്ന ഏക ആസനം ഈ ഒരു ആസനമാണ്, സിദ്ധാസനം. അത്രയ്ക്കും പ്രത്യേകതകളുള്ള ഒരു ആസനമാണ് ഈ ഒരു സിദ്ധാസനം. ഹഠയോഗയിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്ഥിരമായി ധ്യാനം, നല്ല രീതിയിൽ നമ്മളുടെ ആത്മധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് 12 വർഷം ഈ ഒരു സിദ്ധാസനം പ്രാക്ടീസ് ചെയ്താൽ മതി. അദ്ദേഹം യോഗസിദ്ധി നേടും. യോഗസിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് എന്ന് അദ്ദേഹം തന്നെ അറിയും. ഒരു വലിയൊരു അവസ്ഥയാണ് ഈ ഒരു യോഗസിദ്ധി എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രയ്ക്കും ഒരു പവർഫുൾ ഒരു ആസനമാണ് സിദ്ധാസനം. അത് മാത്രമല്ല, പല രോഗങ്ങൾക്കും പല രീതിയിലെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ആസനം. ഇതിന് മുന്നേ ഞാൻ ഒരു ആസനം കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ മഹാമുദ്രയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ആസനമാണ്. കാര്യം ഇവിടെയും നമ്മളുടെ ആ ഒരു ഉപ്പുറ്റിയുടെ ഭാഗം, നമ്മളുടെ ശീവനി നാഡി എന്ന് പറയും. ശീവനി ഞരമ്പിൽ തൊട്ടാണ് ഈ ഒരു ഉപ്പുറ്റിയുടെ ഭാഗം ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മളുടെ ലിംഗം വരുന്ന ഭാഗം, അല്ലെങ്കിൽ യോനി വരുന്ന ജനനേന്ദ്രിയത്തിന്റെ ആ ഭാഗത്താണ് ഈ ഒരു കാല് കയറ്റി വെക്കുന്നത്. ഇതിലൂടെ നമുക്ക് നമ്മളുടെ കാമവികാരത്തെ, നമ്മളുടെ ക്രോധം, ഇതുപോലുള്ള വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ ജപത്തിനോ ധ്യാനത്തിനോ ഇരിക്കുകയാണെങ്കിൽ കഴിയുന്നതും ഈ ഒരു സിദ്ധാസനം പ്രാക്ടീസ് ചെയ്യുക. വളരെ നല്ലതാണ്. കാര്യം പെട്ടെന്ന് സിദ്ധി ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു സിദ്ധി വരികയും ആ ഒരു ആത്മീയമായ ഒരു സ്പിരിച്വൽ ടച്ച് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ആസനമാണ് ഈ ഒരു സിദ്ധാസനം. ശ്രീബുദ്ധൻ പോലും ഈ ഒരു ആസനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തുമാത്രം പ്രാധാന്യമുള്ള ഒരു ആസനമായിരിക്കും ഒരു സിദ്ധാസനം. ശ്രീബുദ്ധന്റെ നമുക്ക് പല ഇമേജസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ഈ ഒരു ആസനത്തിലായിരിക്കുന്നത്, ഒരു സിദ്ധാസനത്തിലായിരിക്കുന്നത്. സിദ്ധന്മാരെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആസനം തന്നെയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്ക്. എന്നുവെച്ചാൽ 84 ആസനങ്ങൾ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്. ആ 84 ആസനങ്ങളിൽ 4 പ്രധാനം. ആ 4 ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആസനമാണ് ഈ ഒരു സിദ്ധാസനം. ഒന്ന് പരീക്ഷിച്ച് നോക്കുക.